നമസ്കാരം. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. കൊടുങ്ങല്ലൂരിൽ പേവിഷബാധയേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. മേത്തല വെസ്റ്റ് അരാക്കുളം പ്ലാവിടപ്പറമ്പിൽ സത്യന്റെ ഭാര്യ 62 വയസ്സുള്ള ഷീജയാണ് മരിച്ചത്. കാലിൽ പരിക്കേറ്റതിനെ തുടർന്ന് വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ചികിത്സ നൽകിയിരുന്ന കാട്ടുകൊമ്പൻ ചെരിഞ്ഞു. ചൊവ്വാഴ്ച രാവിലെയാണ് ആനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. തൃശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന പഞ്ചായത്തായി മാളയിലെ 21 വാർഡുകളിലായി 92 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. വാർത്തകൾ വിശദമായി. കൊടുങ്ങല്ലൂരിൽ പേവിഷബാധയേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. മേത്തല വെസ്റ്റ് അരാക്കുളം പ്ലാവിടപ്പറമ്പിൽ സത്യന്റെ ഭാര്യ 62 വയസ്സുള്ള ഷീജയാണ് മരിച്ചത്. പനിയും വിറയലുമായി കഴിഞ്ഞ ബുധനാഴ്ചയാണ് കുന്നംകുളം ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്കെത്തിയത്. പിന്നീട് പേബാധയുടെ ലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പരിശോധനയിൽ പേവിഷബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ചികിത്സയിലായിരിക്കെയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. 1.5 മാസം മുമ്പ് ഇവരുടെ ദേഹത്ത് തെരുവ് നായയുടെ നഖം കൊണ്ട് മുറിവ് പറ്റിയിരുന്നു. പ്രതിരോധ കുത്തിവയ്പ് എടുത്തിരുന്നില്ല. മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. കാലിൽ പരിക്കേറ്റതിനെ തുടർന്ന് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ചികിത്സ നൽകിയിരുന്ന കാട്ടുകൊമ്പൻ ചെരിഞ്ഞു. ചൊവ്വാഴ്ച രാവിലെയാണ് ആനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. മലയാറ്റൂർ DFO P കാർത്തികിന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തി സംസ്കരിച്ചു. 12 വയസ്സ് പ്രായമുള്ള കൊമ്പന് മുറിവിലൂടെയുണ്ടായ അണുബാധയാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സെപ്റ്റംബർ ആദ്യവാരത്തിലാണ് വാഴച്ചാൽ ഡിവിഷനിലെ അതിരപ്പള്ളി റേഞ്ച് പരിധിയിൽ പിൻകാലിൽ പരിക്കേറ്റ നിലയിൽ ആനയെ കണ്ടത്. തുടർന്ന് 19 വിദഗ്ധ സംഘത്തിന്റെ നേതൃത്വത്തിൽ മയക്കുവെടിവെച്ച് ചികിത്സ നൽകി. പിന്നീട് മലയാറ്റൂർ ഡിവിഷൻ കാലടി റേഞ്ച് പരിധിയിൽ പരിക്ക് ഭേദമാകാതെ കണ്ട ആനയ്ക്ക് ഒക്ടോബർ 7 വീണ്ടും മയക്കുവെടിവെച്ച് ചികിത്സ നൽകിയിരുന്നു. തുടർന്ന് നടത്തിയ നിരീക്ഷണത്തിൽ ആനയുടെ പരിക്ക് ഭേദമായതായും തീറ്റയെടുക്കുന്നതായും കണ്ടെത്തി. ഇക്കഴിഞ്ഞ 17 കിടക്കുന്ന നിലയിൽ കണ്ട ആനയ്ക്ക് വീണ്ടും വിദഗ്ധ സംഘത്തിന്റെ നേതൃത്വത്തിൽ ചികിത്സ നൽകുകയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് ചൊവ്വാഴ്ച ആനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടത്. മലയാറ്റൂർ DFO P കാർത്തികിന്റെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ ബിനോയ് C ബാബു, ഡോക്ടർ മിനേഷ് ചാക്കോച്ചൻ, ഡോക്ടർ എഡിസൺ മാത്യു എന്നിവർ പോസ്റ്റ്മോർട്ടം നടത്തി സംസ്കരിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. തൃശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന പഞ്ചായത്താണ് മാളയിലെ 21 വാർഡുകളിലായി 92 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. അതിനിടെ മാള പഞ്ചായത്തിൽ വിമതനായി മത്സരിക്കുന്ന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും CPM മാള ലോക്കൽ കമ്മിറ്റി അംഗവുമായ TP രവീന്ദ്രനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. മാള ഗ്രാമപഞ്ചായത്തിൽ 126 പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിൽ 33 പേർ പിൻവലിച്ചു. ഒരു സ്ഥാനാർത്ഥിയുടെ പത്രിക സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയിരുന്നു. മാള വാർഡ് 16ലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ ഉള്ളത്. കോൺഗ്രസിന് 2 വിമത സ്ഥാനാർത്ഥികളുള്ള ഈ വാർഡിൽ 8 പേരാണ് മത്സരിക്കുന്നത്. മറ്റു വാർഡുകളിൽ കോൺഗ്രസിൽ വിമതരായി മുൻ മണ്ഡലം പ്രസിഡന്റ് വരെ ഉണ്ട്. സന്തോഷ് ആത്തപ്പിള്ളി, ജോഷി പെരിയപ്പാടൻ എന്നിവർ വിമതരുടെ കുപ്പായം ധരിച്ചപ്പോൾ നിലവിലെ മണ്ഡലം പ്രസിഡന്റ് സ്വന്തം സഹോദരൻ തന്നെയാണ് വിമതനായി ഉറച്ചു നിൽക്കുന്നത്. അതിനിടെ വിമതനായി മത്സരിക്കുന്ന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും CPM മാള ലോക്കൽ കമ്മിറ്റി അംഗവുമായ TP രവീന്ദ്രനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ജില്ലാ സെക്രട്ടറിയാണ് നടപടിയെടുത്തത്. പാർട്ടി നടപടി ലോക്കൽ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തു. CPM ഏരിയ കമ്മിറ്റി മുൻ അംഗവും മാള പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാണ് TP രവീന്ദ്രൻ. മീഡിയ ടൈം, മാള. മാള സൊക്കോസോ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും ജൂബിലി ആഘോഷവും നടന്നു. ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് പോളി കണ്ണുകാടൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിന്റെ തന്നെ നവോത്ഥാന നായകരിൽ പ്രമുഖനാണ് വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ്. ജാതിക്കും മതത്തിനും കക്ഷിരാഷ്ട്രീയത്തിനും അതീതമായിട്ട് കേരളത്തിന്റെ മലയാളക്കരയുടെ നവോത്ഥാനം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിച്ച വ്യക്തിത്വം. അതിനുശേഷം വന്നവര് തുടർന്ന് ആ നവോത്ഥാന പ്രക്രിയ തുടർന്നു. അത് ചട്ടമ്പി സ്വാമികളായാലും അത് കഴിഞ്ഞിട്ട് വന്ന വ്യക്തികളായാലും ലക്ഷ്യം വെച്ചത് ഈ നവോത്ഥാനത്തിന്റെ തുടർച്ചയാണ്. അപ്പോൾ നവോത്ഥാന നായകരിൽ പ്രമുഖനായിട്ടുള്ള ചാവറച്ചൻ സ്ഥാപിച്ച CMC സമർപ്പണ സമൂഹത്തിന്റെ ഉദയ പ്രൊവിൻസിന്റെ
തിലകക്കുറിയാക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു കലാലയമാണ്. സിസ്റ്റർ ധന്യ അധ്യക്ഷത വഹിച്ചു. ഫാദർ ജോർജ് പാറേമൻ, ഫാദർ ഡേവിസ് ചെങ്ങിനിയാടൻ, ബ്ലോക്ക് മെമ്പർ എ അഷ്റഫ്, മാള BPC ഡോക്ടർ പി ലിജു, ജോസ് പയ്യപ്പിള്ളി, വാർഡ് മെമ്പർ TV യദുകൃഷ്ണൻ, LP പ്രധാനാധ്യാപിക സിസ്റ്റർ മേരി, ഹൈസ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ ഗ്രേസ് മരിയ എന്നിവർ സംസാരിച്ചു. പൊയ്യ എസ് വളവിൽ റോഡിൽ ഇന്ധനം ചോർന്നതിനെ തുടർന്ന് 4 ബൈക്കുകൾ തെന്നി വീണ് യാത്രക്കാർക്ക് പരിക്ക്. ഇന്ന് രാവിലെയാണ് അപകട പരമ്പര ഉണ്ടായത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് മാള ഫയർഫോഴ്സ് എത്തി റോഡ് വൃത്തിയാക്കി. മുൻപും സമാനമായ സംഭവം നടന്ന് ഇവിടെ അപകടം ഉണ്ടായിട്ടുണ്ട്. അന്നമനട മണ്ഡലം UDF തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. AICC സെക്രട്ടറി റോജി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. ഇത്രയധികമായി ജനങ്ങൾ ദുരിതത്തിലായിട്ടുള്ള ഒരു കാലഘട്ടം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതിനു മുൻപുണ്ടായിട്ടില്ല. നമ്മൾ ഭവന സന്ദർശനത്തിന് പോകുമ്പോഴും കവലയിൽ പോകുമ്പോഴും റോഡിലിറങ്ങി നടക്കുമ്പോഴുമെല്ലാം നമ്മളെ കാണുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ നമ്മളോട് എന്താ പറയുക, എങ്ങനെയെങ്കിലും പിണറായി എന്ന് പറഞ്ഞു വിടണം, എങ്ങനെയെങ്കിലും ഭരണമൊന്ന് അവസാനിപ്പിക്കണം, നിങ്ങളെല്ലാവരും കൂടെ ഒന്ന് ഒരുമിച്ച് നിന്ന് ഈ സർക്കാരിനെ താഴെ ഇറക്കണം എന്നാണ് നമ്മളോട് പറയാറ്. ശരിയല്ലേ? ഏത് വഴിക്ക് പോയാലും ആളുകൾ നമ്മളോട് കൂടെ ഒറ്റ കാര്യമാണ്. കാരണം അത്രയധികമായിട്ട് ജനങ്ങൾ ദുരിതത്തിലായിരുന്നു. എന്തുകൊണ്ട് ജനങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെ ജനങ്ങൾ ഇങ്ങനെ ദുരിതത്തിലായി എന്ന് ചോദിച്ചാൽ ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ്. ഞാൻ 2-3 കാര്യങ്ങൾ, ഞാൻ വലിയ പ്രസംഗത്തിലേക്ക് പോകുന്നില്ല, 3-4 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ പൂർണ്ണമായിട്ടും താറുമാറായി. സമ്പദ് വ്യവസ്ഥ താറുമാറായി എന്ന് പറഞ്ഞാൽ കേരള സംസ്ഥാനം രൂപം കൊണ്ട് അന്നു മുതൽ 2016 പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ അവസാന കാലഘട്ടം വരെ കേരളത്തിന്റെ മൊത്തം കടം എന്ന് പറയുന്നത് 1,55,000 കോടി രൂപയാണ്. ആ 1,55,000 കോടി രൂപയായിരുന്ന സംസ്ഥാനത്തിന്റെ കടം കഴിഞ്ഞ 10 വർഷം കൊണ്ട് 6 ലക്ഷം കോടിയായി മാറി. മണ്ഡലം UDF ചെയർമാൻ PK തിലകൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് PJ ജനീഷ്, DCC ജനറൽ സെക്രട്ടറി VA അബ്ദുൽ കരീം സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി. പുതിയതായി നിയമിതനായ DCC ജനറൽ സെക്രട്ടറി KK രവി നമ്പൂതിരിയെ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NS വിജയൻ അനുമോദിച്ചു. രമേശൻ ഇലക്ഷൻ കമ്മിറ്റി പ്രഖ്യാപിച്ചു. IUML ജില്ലാ സെക്രട്ടറി MH ഫൈസൽ, ആൽബിൻ പ്ലാക്കൽ, നൌഷാദ് വാളൂർ, DCC സെക്രട്ടറി അഡ്വക്കേറ്റ് മൊഹീദ്ദീൻ, PD ജോസ്, നിർമ്മൽ C പാത്താടൻ, PK സിദ്ദിഖ്, MB പ്രസാദ്, VA ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. UDF പെരിഞ്ഞനം മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനും സ്ഥാനാർത്ഥി സംഗമവും നടത്തി. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. ഈ പെരിഞ്ഞനത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ട കെട്ടിപ്പടുക്കാൻ പണ്ടുകാലത്ത് ശ്രമിച്ച പലരും ഇപ്പൊ നിരാശരാണ്. ഇവിടെ മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. ആ കോട്ടയുടെ കല്ലെടുത്ത് വെക്കാൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടയുടെ കല്ലെടുത്ത് വെക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന CPI-ക്കാർ നമ്മളെക്കാൾ പരമദയനീയതയാണ് അവരുടെ കാര്യം. അവർക്കും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കാരണം ഈ ഗവൺമെന്റ് ഈ തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാകുക. കാര്യം പഞ്ചായത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പാണെങ്കിലും പഞ്ചായത്തിൻ്റെ രാഷ്ട്രീയമുണ്ട്, പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളുണ്ട്, പഞ്ചായത്തിൻ്റെ നേട്ടങ്ങളുണ്ട്, പഞ്ചായത്തിൻ്റെ കോട്ടങ്ങളൊക്കെയുണ്ട്. 60 വർഷക്കാലത്തോളം ഈ പഞ്ചായത്ത് ഭരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം ഈ പഞ്ചായത്തിലുണ്ടായ വികസനം എന്ത്? തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ സുധാകരൻ മണപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. ഇലക്ഷൻ കോർഡിനേറ്റർ നസീർ പുഴങ്കരയിലത്ത് സ്ഥാനാർത്ഥി പട്ടിക അവതരിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ KM നിഷാദ്, വൈസ് ചെയർമാൻ VC രാധാകൃഷ്ണൻ, നേതാക്കളായ MK അബ്ദുൽ സലാം, CC ബാബുരാജ്, TM നാസർ, SA സിദ്ദിഖ്, മൻസൂർ അന്താറത്തറ, ഷീല വിശ്വംഭരൻ എന്നിവർ സംസാരിച്ചു. UDF മതിലകം മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. മതിലകം സെന്ററിൽ നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. ഈ പഞ്ചായത്തിൽ കഴിഞ്ഞ 60 വർഷക്കാലമുണ്ടായത് വളർച്ചയാണോ പുരോഗതിയാണോ എന്ന് വിലയിരുത്താൻ ഞങ്ങൾ അഭ്യർത്ഥിക്കും. അങ്ങനെ ഒരു വിലയിരുത്തലുണ്ടാകുമ്പോൾ മതിലകത്തിന്റെ 60 വർഷം
അപ്പുറത്ത് കയ്പമംഗലമുണ്ട്, അതല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് മറ്റു ചില പഞ്ചായത്തുകൾ ഇവിടെയല്ല, ഐക്യജനാധിപത്യമെന്ന് ഭരിക്കുന്ന ചില പഞ്ചായത്തുകൾ. അവിടെ എല്ലാം നടന്നതാണോ ഇവിടെ നടന്നത്? അവിടെ നടന്നിട്ടുണ്ട്, ഇവിടെ നടന്നിട്ടുണ്ട്. ഇവിടെ എൻ്റെ ബഹുമാനായ സ്നേഹിതൻ സ്ഥാനാർത്ഥി കൂടിയായ സുനിലും അധ്യക്ഷനുമൊക്കെ ചില 60 വർഷക്കാലത്ത് ഈ മേഖലയിലുണ്ടായ അഴിമതി അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. അപ്പൊ ജനങ്ങൾക്ക് പരാതിയുണ്ട്, ജനങ്ങൾക്ക് പരിഭവങ്ങളുണ്ട്. 60 വർഷക്കാലം ഭരിച്ചിട്ടും ഈ പഞ്ചായത്തിൻ്റെ സമഗ്രമായ വളർച്ചയ്ക്കും പുരോഗതിക്കും അനുയോജ്യമായ രീതിയിൽ പ്രവർത്തിക്കാനുള്ള കാര്യക്ഷമത കാണിക്കാത്തവർ, അധികാരം കുത്തകയായി വന്നപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന അതിൻ്റെ പ്രമത്തത മൂലം വഴിതെറ്റിപ്പോയ ഭരണകർത്താക്കുന്ന സമീപനത്തെക്കുറിച്ച് അതെല്ലാം ഇവിടെ പ്രാദേശികമായി ചർച്ച ചെയ്യപ്പെടും. പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ ഷിബു വർഗീസ് അധ്യക്ഷത വഹിച്ചു. ടി.എൻ. പ്രതാപൻ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് C.A. മുഹമ്മദ് റഷീദ് എന്നിവർ മുഖ്യാതിഥികളായി. UDF നേതാക്കളായ CS രവീന്ദ്രൻ, SA സിദ്ദിഖ്, സുനിൽ P. മേനോൻ, TS ശശി, ഹാഷിം തങ്ങൾ, മൻസൂർ അന്താറത്തറ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടുങ്ങല്ലൂരിൽ പേവിഷബാധയേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. മേത്തല വെസ്റ്റ് അരാക്കുളം പ്ലാവിടപ്പറമ്പിൽ സത്യന്റെ ഭാര്യ 62 വയസ്സുള്ള ഷീജയാണ് മരിച്ചത്. കാലിൽ പരിക്കേറ്റതിനെ തുടർന്ന് വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ചികിത്സ നൽകിയിരുന്ന കാട്ടുകൊമ്പൻ ചെരിഞ്ഞു. ചൊവ്വാഴ്ച രാവിലെയാണ് ആനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. തൃശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന പഞ്ചായത്തായി മാളയിലെ 21 വാർഡുകളിലായി 92 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.